ഗായ്സ് നിങ്ങളുടെ തല ഇപ്പോൾ ചൂട് പിടിച്ച് കരിഞ്ഞു പോകുന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണോ നിങ്ങൾ? തലയൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളക്കിയാൽ താരം വീഴുന്നുണ്ടോ? ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് എഗെയിൻ. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ തലയൊക്കെ ചൂട് പിടിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന, നല്ല കൂളിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോവാണ്. അതുമാത്രമല്ല, ഈ ഒരു സംഭവം നല്ല അടിപൊളിയായിട്ട് താരനെതിരെ വർക്ക് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ. ഇങ്ങനെ ഡാർക്ക് കളറിലെ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് താരനുള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ തലയിൽ താരനുള്ള സമയത്ത് എനിക്കും അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഇട്ട് ഡ്രസ്സ് ചെയ്താൽ നോക്കണേ, ഇപ്പം ഞാൻ ഇട്ടത് ബ്ലാക്കാണ്. അതിനർത്ഥം എന്താ, എൻ്റെ തലയിൽ ഇപ്പോൾ അധികം താരനില്ല. ചില സമയത്ത് വരാറുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ പനിയൊക്കെ വരികയാണെങ്കിൽ എന്തായാലും നമ്മൾ കുളിക്കാതിരിക്കുമല്ലോ, തല വാഷ് ചെയ്യാതിരിക്കുമല്ലോ, ആ സമയത്തൊക്കെ വരാറുണ്ട്. പക്ഷേ നമ്മൾ ഇന്നിവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എടുക്കുന്നത് പിൽഗ്രിം ബ്രാൻഡിൻ്റെ ഓസ്ട്രേലിയൻ ടീ ട്രീ ആൻഡ് സാലിസിലിക് ആസിഡ് നോൺ ഡ്രൈയിങ് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ്. ഇത് ആ പേരിനെ പോലെ തന്നെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ് കേട്ടോ. പുറമെ നമുക്ക് ഒരുപാട് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് അവൈലബിൾ ആണല്ലേ, പലതും നമ്മൾ ട്രൈ ചെയ്യുന്നതുമാണ്. പക്ഷേ നമ്മുടെ ഹെയറിന് അത് വല്ലാതെ ഡ്രൈ ആക്കാറും ഉണ്ട്. എന്നാൽ ഈ പിൽഗ്രിമിൻ്റെ ഷാമ്പൂ നോൺ ഡ്രൈയിങ് ആണ്. ആ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് കമ്പനി പറയുന്നത്. അതായത് താരൻ മാറ്റുന്നതിനോടൊപ്പം തന്നെ മുടിയെ നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റോട് കൂടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഷാമ്പൂവിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ടീ ട്രീ ഓയിലും അതേപോലെ സാലിസിലിക് ആസിഡും ആണ് കേട്ടോ. ടീ ട്രീ ഓയിൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുണ്ടാകും, നമ്മുടെ തലയിൽ അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന അണുബാധകളെയൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സാലിസിലിക് ആസിഡ് നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസിനെ, അതായത് താരനെയും ഒക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കൂൾ മെന്തോളാണ്. അതറിയാലോ, നമ്മൾ മെൻഡോസ് മിഠായിയൊക്കെ കഴിച്ചിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ അതേ സെയിം സ്മെല്ലും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു കൂളിങ്ങും ആണ്. നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന കൂളിങ്ങില്ലേ, ആ സെയിം സാധനം തന്നെയാണ് നമ്മൾ ഈ ഒരു ഷാമ്പു തലയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ഇതേപോലെ തന്നെ ഒരു ലോക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ലോക്കായിട്ടാണ് വരിക. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ആ ലോക്കിൻ്റെ അടിവശത്തായിട്ട് ഇത് പ്രസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടും പ്രൊഡക്റ്റ് മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഒരു ലോക്കിംഗ് ഒരു സംഭവം കൂടി വരുന്നുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാകും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വരുന്നത് കേട്ടോ. നല്ല തിക്കല്ല, എന്നാലും കുറച്ചൊരു ലൂസായിട്ടുള്ളൊരു ഇതിലാണ് വരുന്നത്. നല്ല അടിപൊളി സ്മെല്ലാണ്. നമ്മുടെ മെൻഡോസ് ആ ഒരു മിഠായില്ലേ, അതിൻ്റെ ആ ഒരു സെയിം സ്മെല്ലാണെടാ, അടിപൊളിയാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ നനഞ്ഞ മുടിയിൽ ആവശ്യത്തിന് എത്രയാണോ നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടത് അത്രയും എടുത്തതിന് ശേഷം നമുക്ക് ഹെയറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിൽ 2-3 തുള്ളി വെള്ളം മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇത്രയും അത്യാവശ്യം നമുക്ക് ഒരു ഫോമിങ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. വീണ്ടും ഒരു 2-3 തുള്ളി വെള്ളം കൂടി എടുത്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകയാണ് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളതൊക്കെ. കുറച്ചുകൂടി വെള്ളം എടുത്ത് കുറച്ചുകൂടി ആക്കി കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് അടിപൊളി സ്മെല്ലാണ്. നമ്മൾ കയ്യിൽ എടുത്ത് ഇതേപോലെ ഫോമിങ് ആക്കുന്ന സമയത്ത് നമ്മുടെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ നല്ല കൂളിംഗ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ നിങ്ങളിത് ഹെയറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ ഉൾവശത്തേക്കൊന്നും ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം കൂളിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു എരിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഹെയറിലിട്ടിട്ട് എങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഹെയറിലിടുന്ന വീഡിയോ നിങ്ങളൊന്ന് ജസ്റ്റ് പോയി കണ്ടിട്ട് വരൂ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിത് ഹെയറിലിടാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ ഇത്രയും ഒരു ക്വാണ്ടിറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. സ്കാൽപ്പിൽ മാത്രമല്ല, ഹെയറിൽ കംപ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇത്രയും ഒറ്റ പമ്പിൽ തന്നെ നമുക്ക് ഫുൾ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന. എനിക്കിതിൻ്റെ സ്മെല്ല് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണപ്പിക്കാൻ വേണ്ടിയിട്ട് തോന്നുക. അടിപൊളി സ്മെല്ലാണല്ലോ. അപ്പോൾ ഹെയറിൽ നന്നായിട്ട് നനഞ്ഞ മുടിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ വാഷ് ചെയ്യുക. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് താരൻ കംപ്ലീറ്റ് ആയിട്ട് പോകും. അതായത് ഫ്ലേക്സ് ഉണ്ടാവുമല്ലോ, അതൊക്കെ പോകും എന്നാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതൊരു പൂർണ്ണമായിട്ടും പാരബൻ ഫ്രീ ആണ്, കെമിക്കലുകൾ കുറവാണ്. 200 ml ഓഫ് പ്രൊഡക്റ്റാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 395 രൂപയെന്നാണ് ഇതിൻ്റെ മുകളിൽ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഓൺലൈൻ സൈറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഓഫറിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഹെയറിലിടുമ്പോൾ. കണ്ടോ, ഈ ഒരു ഷാമ്പൂ എന്ന് പറയുന്ന ഒരു ഓഫ് വൈറ്റ്
ഒരു ലൈറ്റ്ലി ഒരു ഗ്രീൻ പോലത്തെ കളറാണ്. അപ്പോൾ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേത്തെ എൻ്റെ ഹെയറാണ് ഇങ്ങനെ. ഇത് ഒരുപാട് എന്താ പറയുക ഡ്രൈ അല്ല, എന്നാലും അത്യാവശ്യം വോളിയം തോന്നിക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്തിട്ട് തന്നെ ഹെയർ ഇരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഹെയറിൻ്റെ വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാനൊരു ചെറിയ ടിപ്പും കൂടി പറയാം. നമ്മൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ പാച്ച് ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിത് കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഫുൾ ഹെയറിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ബൈ, ടാറ്റാ, സീ യു.